ഫെബ്രുവരി 5 വിശുദ്ധ അഗാത്ത. AD 251 രക്തസാക്ഷിയായ കന്യക. ഒരു പനിനീർ പൂ പോലെ നിർമ്മലയും ഒരു തുളസി കതിർ പോലെ വിശുദ്ധയുമായ അഗാത്ത ജനിച്ചത് ഇറ്റലിയുടെ തെക്കേ അറ്റത്തുള്ള സിസിലിയിൽ പലേർമായിലാണ്. സിസിലിയിൽ തന്നെ കത്താനിയായിൽ ജനിച്ചുവെന്ന് ചില ഗ്രന്ഥകാരന്മാർ പറയുന്നുണ്ട്. 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കുലീനരും ധനാഢ്യരുമായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച അവൾ അതീവ സുന്ദരിയും സുശീലിയുമായിരുന്നു. ബാല്യത്തിൽ തന്നെ നല്ല ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വന്ന അഗാത്ത തികച്ചും വിശുദ്ധമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ കന്യാവ്രത വാഗ്ദാനം വഴി അവൾ തന്നെ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ചിരുന്നു. അക്കാലത്ത് തേജിയൂസ് ചക്രവർത്തിയുടെ കീഴിൽ സിസിലി ഭരിച്ചിരുന്നത് ക്വിന്റിലിയാനൂസ് എന്ന ഗവർണറായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനുള്ള തേജിയൂസ് ചക്രവർത്തിയുടെ കൽപ്പന അന്ന് നിലനിന്നിരുന്നു. അഗാത്ത തൻ്റെ മതപരമായ ചുമതലകൾ പരസ്യമായി തന്നെ നിർവഹിച്ചു പോന്നു. അഗാത്തയുടെ ഗുണങ്ങളെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും അറിഞ്ഞ ഗവർണർ അവളെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്താൽ അവളെ തൻ്റെ മുൻപിൽ കൊണ്ടുവരുവാൻ കൽപ്പനയിട്ടു. അതിനാൽ തേജിയൂസ് ചക്രവർത്തിയുടെ ക്രിസ്ത്യൻ പീഡന നിയമം ഒരു ഉപാധിയായി ഉപയോഗിച്ചു. ആ നിയമമനുസരിച്ച് അഗാത്തയെ അറസ്റ്റ് ചെയ്ത് തൻ്റെ മുൻപിൽ കൊണ്ടുവരുവാനുള്ള ഒരു കുതന്ത്രമാണ് അയാൾ പ്രയോഗിച്ചത്. ക്വിന്റിലിയാനൂസിൻ്റെ ആഗ്രഹം അവൾ ധൈര്യപൂർവ്വം നിരസിച്ചു. തന്നെ സ്വതന്ത്രയാക്കാമെന്ന അയാളുടെ പ്രീതിപ്പെടുത്തലും അവൾ നിരാകരിച്ചു. യേശുക്രിസ്തുവാണ് തൻ്റെ പ്രകാശവും രക്ഷയുമെന്ന് അവൾ പ്രഖ്യാപിച്ചു. ക്രുദ്ധനായ ഗവർണർ വേശ്യാലയം നടത്തുന്ന ഒരു ദുഷ്ട സ്ത്രീക്ക് അവളെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ അവൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും മാനഭംഗത്തിന് ഇരയാകുകയും ചെയ്തു. അഗാതയെ സംബന്ധിച്ചിടത്തോളം ഇവയെല്ലാം മറ്റെന്തെങ്കിലും പീഡനേക്കാൾ നീചവും നിന്ദയും വേദനാജനകവുമായിരുന്നു. അവളെ അവർ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ചൂണ്ടലുകൾ കൊണ്ട് ശരീരം മാന്തിക്കീറുകയും സ്തനങ്ങൾ മുറിച്ചുകളയുകയും ചെയ്തു. ജയിലിലെ ഇരുണ്ട ഒരു ഗുഹയിൽ ഭക്ഷണവും വെള്ളവും മരുന്നും നിഷേധിക്കപ്പെട്ട് കിടന്ന അവളോട് ദൈവം കാരുണ്യം കാണിച്ചു. രാത്രിയിൽ വിശുദ്ധ പത്രോസ് അവിടെ പ്രത്യക്ഷപ്പെട്ട് അവളെ ആശ്വസിപ്പിക്കുകയും അത്ഭുതകരമായി സുഖപ്പെടുത്തുകയും ചെയ്തുവെന്ന് 6-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അഗാത്തയുടെ മരണം പ്രതീക്ഷിച്ചു വന്ന ഗവർണർ അവൾ സുഖപ്പെട്ട് പൂർണ്ണസ്ഥിതിയിലായിരിക്കുന്നത് കണ്ട് അമ്പരന്നു. എന്നാൽ അയാൾക്ക് മാനസാന്തരമോ കരുണയുടെ ഒരു കണികയോ ഉണ്ടായില്ല. രോഷാകുലനായ അയാൾ അലറി. കാരാഗ്രഹത്തിൽ തറയിൽ ചുട്ടുപഴുത്ത കൽക്കരിയും ഓടുകഷ്ണങ്ങളും നിരത്തി അതിൻ്റെ മുകളിൽ അഗാത്തയെ നഗ്നയായി കിടത്തി ഉരുട്ടുവാൻ അയാൾ ഗർജിച്ചുകൊണ്ട് ഉത്തരവിട്ടു. ആ പീഡാശയ്യയിൽ കിടന്ന് അവൾ കൈകൾ നീട്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ പീഡനകൾ അവസാനിപ്പിച്ച് ആത്മാവിനെ എടുത്തുകൊള്ളണമേ എന്ന് അവൾ ദീനമായി കേണപേക്ഷിച്ചു. നിർമ്മലയായ ആ ആത്മാവിനെ ദൈവം തൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് AD 251 ഫെബ്രുവരി 5-ാം തീയതിയായിരുന്നു. അഗാത്ത യാതൊന്നും ബാക്കി വയ്ക്കാതെ സർവവും കർത്താവിനെ സമർപ്പിച്ച് അവിടുത്തെ നിർമ്മലമായ വിശുദ്ധിയോടെ അനുഗമിച്ചവളാണ്. അടുത്ത കാലത്ത് ആ വിശുദ്ധയുടെ കുഴിമാടം തുറന്നപ്പോൾ ആ പുണ്യവതിയുടെ പൂജ്യമായ ത്വക്ക് മുഴുവനും അഴുകാതിരിക്കുന്നതായി കാണപ്പെട്ടു. സിസിലിയയിലുള്ള എറ്റാന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് തീ തുപ്പുമ്പോഴെല്ലാം അഗാത്തയുടെ ശിരോവസ്ത്രമെടുത്ത് കത്താനിയായിലെ ജനങ്ങൾ ഘോഷയാത്ര നടത്തുകയും പതിവായിരുന്നു. തീയിൽ നിന്നുള്ള സംരക്ഷണത്തിന് ക്രിസ്ത്യാനികൾ ഈ വിശുദ്ധയോട് പ്രാർത്ഥിക്കാറുണ്ട്. വിചിന്തനം. എല്ലാത്തിൻ്റെയും നാഥനായ കർത്താവായ യേശുവേ, അങ്ങ് എൻ്റെ ഹൃദയവും ആഗ്രഹവും കാണുന്നു. എനിക്കുള്ളതെല്ലാം അങ്ങയുടേത് മാത്രമാണ്. ഞാൻ അങ്ങയുടെ കുഞ്ഞാടാണ്. പിശാചിനെതിരെ വിജയം വരിക്കാൻ എന്നെ അങ്ങ് അർഹയാക്കണമേ. വിശുദ്ധ അഗാത്തയുടെ പ്രാർത്ഥന.